ഇത്ര വലിയ സാധനമായിരുന്നു ഇത്. ഹലോ ഗായ്സ്, നമ്മൾ ആമസോണിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്. എന്താണെന്നറിയോ? എന്താണ് നമ്മൾ ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ കാണിക്കാം. ഓക്കെ ഓക്കെ, തൽക്കാലം ഇത് ഇവിടെ എവിടെയെങ്കിലും വെക്കാം, എന്നിട്ട് അൺബോക്സ് ചെയ്യാം. ഓക്കെ, നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് എന്താണ് അറിയൂ, അത് തുറന്ന് കാണിച്ചു തരാം. ഇതിൽ എവിടെ തുറക്കണമെന്ന് പിടുത്തില്ലല്ലോ. ഇവിടെ തുറക്കാം, ഇവിടെ തുറക്കാം. ഇങ്ങനെയാണോ? ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതന്നെ ആയിരിക്കും. തുറന്ന് നോക്കാം. ഇത് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഗൈസ്. എവിടേക്കോ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഹാൻഡിൽ വിത്ത് കെയർ. ഓക്കെ, നമ്മുടെ പാക്കേജ് തുറക്കാൻ പോവാണ് ഗൈസ്. വലിയ പാക്കേജ് ആണല്ലോ. ഞാൻ അത്ര വലിയ സാധനമൊന്നുമല്ല ഓർഡർ ചെയ്തത്. ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ പാക്കേജ് കൂടെ ഉണ്ട്. ഇത്രയും വലിയൊരു പാക്കേജ്, അതിൻ്റെ അകത്ത് ഒരു ചെറിയ പാക്കേജ്. ഇനി ഇതും കൂടെ ഒന്ന് തുറക്കണം. ഓക്കെ, ഇത് നമുക്ക് സിമ്പിളായിട്ട് തുറക്കാം. ഇത് ഒട്ടിച്ച് വെച്ചേക്കണം. Okay, now we gonna open this one. കഷ്ടപ്പാടാണല്ലോ ഓപ്പൺ ആക്കുന്നത്. പൊളിക്കുമെന്നാണ് തോന്നുന്നത്. ഹലോ ഗായ്സ്, ഞാനിത് പൊളിക്കും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇത് ഇവിടെയും കൂടെ കട്ട് ചെയ്തേക്കാം. ഞാൻ സിമ്പിളായിട്ട് തുറക്കാൻ പറ്റുമായിരിക്കും. ഓക്കെ, നമ്മുടെ സാധനം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓർഡർ ചെയ്യുന്നത് ഇതാണ്. നമ്മൾ ടോയ്ലറ്റിൽ വെക്കുന്ന ഒരു മിറർ പ്ലസ് കണ്ടെയ്നർ ആണ് ഓർഡർ ചെയ്തത്. സോ ഇതാണ് ആ സാധനം. നമ്മളെ വാഷ്റൂമിൽ ടോയ്ലറ്റിൽ ഇത് വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് കണ്ടെയ്നർ ഉണ്ട്. അതിൽ നമുക്ക് നമ്മുടെ ബ്രഷ്, ഷാമ്പൂ, ഇതുപോലത്തെ എല്ലാ സാധനവും ഇതിനകത്ത് വെക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഇത് ഫിക്സ് ചെയ്യണമെങ്കിൽ എൻ്റെ കയ്യിൽ ഡ്രില്ലർ ഒന്നുമില്ല. സോ നാളെ നമുക്ക് ഒരാളെ വിളിച്ചിട്ട് വേണം ഇത് ഫിക്സ് ചെയ്യാൻ. അപ്പോൾ ഡ്രില്ല് ചെയ്ത് ഇത് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഹുക്ക് ബാക്കിലായിരിക്കും വരുന്നത്. 2 ഹുക്കുണ്ട്. അപ്പോൾ ഡ്രില്ല് ചെയ്ത് ഫിക്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ നാളെ ഒരാളെ വിളിച്ചിട്ട് ഇത് ഫിക്സ് ചെയ്യാൻ. ഇനി ബാക്കിയുള്ളത് ഫിക്സ് ചെയ്യുമ്പോൾ കാണിക്കാം. ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇതിൻ്റെ കണ്ടെയ്നർ ഓപ്പൺ ചെയ്യുന്നത് ഇത് പൊളിക്കാൻ തോന്നുന്നില്ല. ഇങ്ങനെയാണ്. ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ക്രൂ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. കണ്ട? ഓക്കെ, ഇതാണ് സ്ക്രൂ 2 പിന്നെ ഇതാണ് കണ്ടെയ്നർ. ഇതിൻ്റെ അകത്ത് നമുക്ക് ഷാമ്പൂ, ബോഡി വാഷ്, പിന്നെ വേറെന്താ, പിന്നെ ബ്രഷ്, പേസ്റ്റ്, ബ്രഷൊക്കെ വെക്കാനുള്ള സ്റ്റാൻഡാണിത്. അപ്പോൾ ഇതൊക്കെ വെക്കാൻ പറ്റും. പിന്നെ വേറെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്ത് വെക്കാം. അപ്പോൾ ഇത് ക്ലോസ്ഡ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമുക്കത് ടോയ്ലറ്റിൽ ചുമ്മാ പുറത്ത് വെക്കണ്ടല്ലോ, ഭാഗത്ത് വെക്കുന്ന പോലെ. കുഴപ്പമില്ല, നല്ല സാധനം തോന്നും. ഓക്കെ, അത്യാവശ്യം കാണാൻ രസമുണ്ട്. ഓക്കെ, ഇനി ഫിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ളത് കാണിക്കാം. ഹലോ ഗായ്സ്, നമ്മൾ ഡ്രില്ല് ചെയ്ത് ഈ സാധനം ഒന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക്. ഇപ്പോൾ കൊള്ളാം അല്ലേ? ഒരു നല്ലൊരു സാധനമാണ്. സോ നമ്മുടെ സാധനം ഇതിൻ്റെ അകത്ത് ഈ കണ്ടെയ്നറിൻ്റെ അകത്ത് കയറ്റി വെക്കാം. ഒന്നുമില്ല, ഇവിടെ തുറക്കുക. അപ്പോൾ ഇതാണ് കണ്ടെയ്നർ. നമ്മൾ കുറച്ച് ഷാമ്പൂ, കണ്ടീഷണർ എല്ലാം ഉണ്ട്. അതെടുത്ത് ഇതിൻ്റെ അകത്ത് വെക്കാം. ഇതാണ് ഈ സ്പേസിൽ ഒരു 3-4 വെക്കാൻ പറ്റും. നമുക്ക് ഒരു സ്ക്രബുണ്ട്, അത് ഇതിൻ്റെ അകത്ത് വെക്കാം. പിന്നെ ബ്രഷ് വെക്കുന്നത് ഇതിൻ്റെ അകത്ത് ബ്രഷ് ഇങ്ങനെ വെക്കാൻ പറ്റും. ഇത് വാറണ്ടി കാർഡാന്ന് തോന്നുന്നു. ഇതിന് വാറണ്ടി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ നെറ്റിൽ നോക്കിയിട്ടില്ല. ചിലപ്പം രജിസ്റ്റർ യുവർ വാറണ്ടി കാർഡ്. ഓക്കെ, നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വാറണ്ടി എത്രയാണെന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. വേണമെങ്കിൽ കമൻറ്റ് ചെയ്തു.
പിന്നെ ഇത് ഇതിൻ്റെ അകത്ത് കയറില്ല. സോ ഇത് നമുക്ക് കൊണ്ട് വെക്കാം. ടങ്കിന് ഇതിൻ്റെ അകത്ത് കയറും. ഇത് ഇതിൻ്റെ അകത്ത് വെക്കാം. പിന്നെ ഉണ്ട്. പിന്നെ ഇത് തൽക്കാലം ഇതിൻ്റെ അകത്ത് വെക്കാം. ഇവിടെ ഇത് പോകില്ല. ഓക്കെ, ഇന്ന് മുകളിൽ ഇത്രയും സ്പേസ് ഉണ്ട്, ഇത്രയും സ്പേസ് ഉണ്ട്. നമുക്ക് ഇനി കൂടുതൽ സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് വെക്കാൻ പറ്റും. എന്നാൽ പിന്നെ ഇനി ബാക്കിയുള്ള സാധനം അപ്പോൾ ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ. അപ്പോൾ നമുക്ക് അത്ര സാധനങ്ങൾ പുറത്തുള്ള പോലെ തോന്നില്ല. അപ്പോൾ കൊള്ളാം, ഇത് നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ ഐറ്റത്തിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. സോറി, കമൻറ്റിൽ ചോദിക്കുക, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.